അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 15,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണത്. 15,000 കിലോമീറ്ററിന്റെ സർവീസും കഴിഞ്ഞിട്ടുണ്ട്. പെയ്ഡ് സർവീസ് ആയിരുന്നു. നമുക്ക് 12,500 വരെ ഫ്രീ സർവീസ് ഉള്ളൂ. അപ്പോൾ അതിന്റെയും സർവീസിന്റെ കാര്യങ്ങളും പ്രോസ് കോൺസ് മെയിൻ്റനൻസ് കോസ്റ്റ് മൈലേജ് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലുള്ളതാണ്. നമുക്ക് ആദ്യമായിട്ട് ഒരു 10 പ്രോസ് 10 കോൺസ് ഇങ്ങനെ 2 സെക്ഷൻ ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. നമുക്ക് 10 പ്രോസ് നോക്കാം. ആദ്യത്തെ പ്രോസ് ആയിട്ട് വണ്ടിയുടെ വരുന്നത് വണ്ടിയുടെ വിലയാണ്. 1,40,42 ആ റേഞ്ചിലാണ് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ പ്രൈസിൽ ലഭിക്കാവുന്ന ഏറ്റവും ചീപ്പസ്റ്റ് അഡ്വഞ്ചർ ബൈക്കാണ് നമ്മുടെ ഹീറോ എക്സ്പൾസ് BS6 ഉള്ളത്. ഇത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഒരിക്കലും മറ്റു വണ്ടികളായിട്ട്, അതായത് 1 ലക്ഷത്തിൽ കൂടുതൽ, അതായത് ഇതിന്റെ ഇരട്ടി വില കൊടുത്തിരുന്ന ഹിമാലയൻ അതിൽ കൂടുതൽ നമുക്ക് ഇത് കമ്പയർ ചെയ്യാനേ പറ്റില്ല. പക്ഷെ അത്രയ്ക്ക് പെർഫോമൻസ് വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് സാധാരണ എല്ലാ ഡീസെന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വെഹിക്കിളാണിത്. ഈ കൊടുക്കുന്ന പ്രൈസിന് നമുക്ക് വാല്യൂ ഫോർ മണിയാണ് തീർച്ചയായിട്ടും ഹീറോ എക്സ്പൾസ്. അടുത്തതായിട്ട് വരുന്നത് സസ്പെൻഷനാണ്. ഫ്രണ്ടില് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്, ബാക്കിൽ മോണോഷോക്കാണ്. മോണോഷോക്ക് 10 സ്റ്റെപ്പ് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. മുമ്പിലുള്ളത് 190 mm ട്രാവൽ ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ ഈ സെഗ്മെന്റിൽ ഉള്ള ട്രാവലുള്ള സസ്പെൻഷനാണ് ഇപ്പൊ നമുക്കുള്ളത്. ഈ റോഡിലൊക്കെ ഉണ്ടായ കുഴിയാവട്ടെ, ചെറിയ ചെറിയ ഹമ്പാവട്ടെ, നമ്മുടെ പാച്ച് വർക്ക് ആവട്ടെ, ഏത് തരം കണ്ടീഷനിലും നമുക്ക് അധികം റൈഡർക്ക് സ്ട്രെസ് തരാത്ത വിധത്തിലാണ് നമുക്ക് ഈ സസ്പെൻഷൻ നൽകിയിട്ടുള്ളത്. നിന്ന് ഓടിക്കാനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം സസ്പെൻഷൻ നമുക്ക് ഈ വണ്ടി ഇതേ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. സോഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റൈഡർക്ക് അത്രയും കംഫർട്ടാണ് ഓടിക്കാൻ. പിന്നുള്ള വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 220 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത്. ഈ സെഗ്മെന്റിലുള്ള ഏറ്റവും അത്യാവശ്യം കൂടുതലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഒരിക്കൽ പോലും ഈ വണ്ടി അടിതട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അടുത്തതായിട്ട് വരുന്ന നാലാമത്തത് ഈ വണ്ടിയുടെ വെയിറ്റ് ആണ്. 157 kg ആണ് വെയിറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും വേണമെങ്കിൽ ഇപ്പൊ എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 172 cm ആണ്. അതായത് 5.7, ഒരു 50 കിലോന്റെ മുകളിലെ വെയിറ്റ് ഉള്ളൂ. പക്ഷെ എനിക്ക് പോലും ഒറ്റയ്ക്ക് ഈ വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം മറിഞ്ഞതാണ്, ഒറ്റയ്ക്ക് എടുത്തു പോക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി നമുക്ക് ഏത് ട്രാഫിക്കിലൂടെ കൊണ്ടുപോകാനും വെട്ടിച്ച് കൊണ്ടുപോകാനും എല്ലാത്തിനും കംഫർട്ടായിട്ട്, അതൊരു പെൺകുട്ടിയായിട്ട് ആർക്കാണെങ്കിലും ഓടിച്ചുകൊണ്ട് പോകാനും ഇപ്പോൾ വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് എടുത്തു പോകാനും എല്ലാം പറ്റുന്ന ഒരു ബൈക്കാണ്. നമുക്കൊരു ഇതില് സാധാരണ അഡ്വഞ്ചർ ബൈക്കിൽ കാണുന്ന വരെ വെയിറ്റ് കൂടിയ ഒരു ടൈപ്പ് അല്ല. അതുകൊണ്ട് തന്നെ കൊണ്ടെടുക്കാൻ സുഖമാണ്. പിന്നെ അടുത്തായിട്ട് വരുന്ന വണ്ടിയുടെ മൈലേജ് ആണ്. മൈലേജ് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്, എന്നാലും പറയാം. വണ്ടിക്ക് അത്യാവശ്യം മിനിമം 45 മൈലേജ് നമുക്ക് കിട്ടും. നല്ല ഓഫ് റോഡ് ആണെങ്കിൽ മാത്രമേ 45 താഴെ എനിക്ക് ലഭിക്കാറുള്ളൂ. അല്ലെങ്കിൽ സാധാരണ എല്ലാ നോർമൽ കണ്ടീഷനിലും സാധാരണ ഒരു ദിവസം ഒരു 3-4 കിലോമീറ്റർ ചെറിയ ഓഫ് റോഡുകൾ, ബാക്കി സാധാ സ്റ്റേറ്റ് ഹൈവേ ഗട്ട് റോഡുകൾ അങ്ങനത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 45 ആ റേഞ്ച് മൈലേജ് കിട്ടാറുണ്ട്. അതിലെല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോസ് അവസാനം കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിരുന്നു ക്ലസ്റ്ററാണ്. എല്ലാ ഡീറ്റെയിൽസും ഉള്ള സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ആവട്ടെ, നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ഷന്റെ മാൽ ഫംഗ്ഷൻ ഇൻഡിക്കേറ്റർ ആവട്ടെ, സർവീസ് ഡ്യൂ ആയി കഴിഞ്ഞാൽ അതിന്റെ സിമ്പല്, ഓഡോമീറ്റർ, ഗിയർ, ബാക്കിയുള്ള ട്രിപ്പ് 1 ട്രിപ്പ് 2 ബ്ലൂടൂത്ത്, ഇക്കോ മോഡ്, എല്ലാ കാര്യങ്ങളും ഇത് തന്നെ ഉണ്ട്. പിന്നെ നല്ല വിസിബിലിറ്റി നേടുന്നതാണ്. എത്ര വെയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല. രാത്രി ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കുന്നൊന്നുമില്ല. പിന്നെ ഉള്ള ഏഴാമത്തെയാണ് ഇതിന്റെ റിയർ മിറർ, വിൻ ഗാർഡ്, നെക്കിൾ ഗാർഡ് എല്ലാ സംഭവം. ഇത് നല്ല വൈഡ് ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് നൽകുന്നത്. ഒരിക്കൽ പോലും പിറകിലെ കാണാത്തോ അങ്ങനത്തൊന്നുമില്ല. നല്ല വൈഡാണ് രണ്ടുള്ളത്. വിൻ പ്രൊട്ടക്ഷൻ നല്ല തരുന്നുണ്ട്. ഇത് 80 കിലോമീറ്റർ അല്ലെങ്കിൽ 90 കിലോമീറ്റർ വരെ നമുക്ക് നോർമലുള്ള എല്ലാ കാറ്റിനും പ്രതിരോധിച്ച് നമുക്ക് അധികം ക്ഷീണമില്ലാണ്ട് ഓടിക്കാൻ പറ്റുന്നതാണ്. നോർമൽ കണ്ടീഷനിൽ ഇത് രണ്ടും പക്കയാണ്. പിന്നെ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ടയർ ആൻഡ് ബ്രേക്ക് ആണ്. സെമി ഓഫ് റോഡ് ടയറാണ് സിയറ്റിലുള്ളത്. മുമ്പിൽ 21 ഇഞ്ച്, ബാക്കിൽ 18 ആണ്. നമുക്ക് കോൺഫിഡൻസോടെ ഇത് കൂടെ എടുത്തുകൊണ്ട് പോവാം. ട്യൂബ്ലെസ് ടയർസ് അല്ല, ട്യൂബുള്ള ടയേഴ്സ് ആണുള്ളത്, സ്പോക്ക് വീൽ ആണുള്ളത്. അപ്പൊ അതൊന്നും ഒരു കുഴപ്പമില്ലാത്ത ഇതാണ് നമുക്ക് തരുന്നത്. പിന്നെ അടുത്തായിട്ട് ബ്രേക്ക് കൂടെ പറയാണ്ട്. ബ്രേക്ക് ഫ്രണ്ട് ABS ആണ്, പിറകില് ഡിസ്ക് ബ്രേക്ക്. സാധാരണ രണ്ടും ഡിസ്ക് ആണ്, ഫ്രണ്ട് ABS ആണ്. ഫ്രണ്ടിൽ ABS BS4 വേർഷനിൽ ഉണ്ടായിരുന്ന പോലെ ഒരു കംപ്ലൈന്റും ഇതിന് ഇതുവരെ വന്നിട്ടില്ല. ഫ്രണ്ടിൽ രണ്ടിലും പാഠം അറിയാൻ അതിന്റെ ഇത് മെയിൻ കോസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. ഇതുവരെ ഒരു കംപ്ലൈന്റും ഇതുവരെ ഫ്രണ്ട് ബ്രേക്കിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഈ വണ്ടി നിർത്താൻ ആവശ്യമുള്ള എല്ലാ ബ്രേക്കിംഗ് സിസ്റ്റം ഈ വണ്ടിക്ക് ഹീറോ നൽകിയിട്ടുണ്ട്. അടുത്തതായിട്ട് എഞ്ചിൻ ഓയിൽ കൂളർ ആയിട്ടുള്ള സെറ്റപ്പാണ്. ഓയിൽ കൂളർ വന്നുകൊണ്ട് തന്നെ പഴയ BS4നെ അപേക്ഷിച്ച് ഇതിൽ ഹീറ്റിംഗ് വളരെ കുറവാണ്. നമ്മൾ വണ്ടി
വാങ്ങുന്ന സമയത്ത് ഒരു 2000 കിലോമീറ്റർ വരെ അത്യാവശ്യം ഹീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എനിക്ക് ഈ ഹീറ്റിംഗ് തീരെയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ട്രാഫിക് വരുന്ന സമയത്ത് മാത്രമേ ചെറിയ ചൂട് കാറ്റ് നമ്മുടെ കാലിന്റെ ഇവിടെ അടിക്കും. അത് നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ഹീറ്റാണ്. അതിൽ കൂടുതൽ ഹീറ്റ് ഒന്നും ഇല്ല. ഞാൻ സിംഗിൾ ആയിട്ട് 190-200 കിലോമീറ്റർ ഒക്കെ പോവാറുള്ളതാണ്. 150 കിലോമീറ്റർ മുകളിൽ പോയിട്ടും കൂടെ സിംഗിൾ സ്ട്രെച്ച് പോയിട്ട് കൂടെ എഞ്ചിന് ആ ഹീറ്റിംഗ് ഉണ്ടായിട്ടില്ല. കൂളന്റിന്റെ ഓയിൽ കൂളർ ഉണ്ടായതുകൊണ്ട് അത്ര ഹീറ്റ് കുറവായിട്ടാണ് നമുക്ക് കിട്ടുക. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഇതിന്റെ ഹാൻഡിൽ ബാർ പൊസിഷനും സീറ്റിംഗ് പൊസിഷനും. ഇതൊരു വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി വളയ്ക്കാനോ ഓടിക്കാനോ നല്ല സുഖമാണ്. പിന്നെ സീറ്റിംഗ് പൊസിഷൻ അപ്പറേറ്റ് പൊസിഷൻ ആയതുകൊണ്ട് നമുക്ക് റൈഡർക്ക് അത്രയും കംഫർട്ടായിട്ട് കിട്ടുന്നു. അത് വളയാണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണം അധികം ഉണ്ടാവില്ല. നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും ഓടിച്ചുകൊണ്ട് പോവാം. ആദ്യത്തെ കോണായി പറയുന്നത് എഞ്ചിന്റെ പെർഫോമൻസ് ആണ്. അതായത് നോർമൽ കണ്ടീഷനിൽ ഓക്കെയാണ്. അതായത് സിംഗിൾ ആയിട്ട് പോകുന്ന സമയത്ത് ഇതിന് എഞ്ചിന് യാതൊരുവിധ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ചുരം കയറുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കയറുന്ന സമയത്ത് ഒരു പില്ലിയനും കൂടെ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ഇങ്ങനെ മാറ്റി കളിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഒന്നാമത് ഫസ്റ്റ് സെക്കൻഡ് ഇതിൽ ഒരു എഞ്ചിനൊരു സ്ട്രെസ് ഫീലിംഗ് നമുക്ക് വരും. പിന്നെ നമുക്ക് 100 മുകളിൽ പോകുന്ന സമയത്ത് ഒരു 115 അതിന്റെ മുകളിൽ എഞ്ചിൻ നന്നായിട്ട് സ്ട്രെസ് എന്ന് ഫീൽ ചെയ്യും. അതായത് പക്ഷേ ഈ വണ്ടി ഒരു പവർ പാക്ഡ് വണ്ടിയല്ല, ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ അതൊരു കുഴപ്പമില്ല. പക്ഷെ എന്നാലും എഞ്ചിന് കുറച്ചും കൂടെ പവർ ആവായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഇതിന്റെ വലിയ കോണായിട്ട് പറയുന്നത് ഗിയർ ബോക്സ് ആണ്. പാൾസ് ന്യൂട്രൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഒരു ദിവസത്തിൽ 1-2 മിനിമം ആയിട്ട് വരും. പിന്നെ ഒരു ആഴ്ചയിൽ ഉറപ്പായിട്ടും ഒരു 5 ഉറപ്പായിട്ടും വരുന്നതാണ്. അത് ഇത്രയും കാലമായിട്ട് 15-17 കിലോമീറ്റർ ആയിട്ടും നമുക്ക് വരുന്നുണ്ട്. പിന്നെ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 4th നിന്ന് 5th ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഗിയർ ശരിക്കും ഷിഫ്റ്റ് ആവില്ല. ക്ലച്ച് ഫുൾ വിട്ട് ഡിസെൻഗേജ് ചെയ്ത് കഴിഞ്ഞിട്ടും അത് ആ ഒരു ഗിയർ എൻഗേജ് ആവാൻ ഒരു സമയം ഒരു 3-4 സെക്കൻഡ് സമയം പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വണ്ടി ചീറിയിട്ടാണ് പിന്നെ എൻഗേജ് ആവുന്നത്. അങ്ങനെ ഒരു പ്രശ്നം 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടില്ല, ഇടയ്ക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. അടുത്തതായിട്ട് ഇതിന്റെ ഹെഡ്ലൈറ്റ് ആണ്. ഹെഡ്ലൈറ്റ് ആവറേജ് ആണ്. അതായത് നമുക്ക് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ലൈറ്റ് അല്ല, ഒരു നല്ല താഴ്ചയല്ല, ഒരു ആവറേജ് ലൈറ്റ് ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓക്സിലറി പിടിപ്പിക്കാം. ഞാൻ ഈ വണ്ടിയിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ മൂന്നാമത്തെ പോയിന്റ് വരുന്നത് നമ്മുടെ സീറ്റാണ്. സീറ്റ് എന്നെ പോലുള്ള ഒരാൾക്ക് കംഫർട്ടബിൾ ആണ്. ഞാനിപ്പോൾ ഇതിനുള്ളിൽ ഒരു കുഷ്യനാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ പില്ലിയന് കുറച്ചും കൂടെ തടിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ, റൈഡർ കുറച്ചും കൂടെ തടിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ സീറ്റ് പ്രശ്നമായിരിക്കും. ഞാനൊരു 150 മുകളിൽ സിംഗിൾ സ്ട്രെച്ചിൽ റെസ്റ്റ് എടുക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല. പക്ഷെ നിങ്ങൾ തടിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സീറ്റ് അൺകംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ അടുത്തതായിട്ട് 5ാമത്തെ, അത് എനിക്കിത് മുമ്പ് ഉണ്ടായിട്ടൊരു പ്രോബ്ലമാണ്. ഇലക്ട്രിക് പ്രോബ്ലം വരും. നമ്മുടെ വണ്ടി ഇടയ്ക്ക് നമ്മളെ ന്യൂട്രലിൽ മാത്രമേ സ്റ്റാർട്ട് ആവുള്ളൂ. അങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലം വരും. പിന്നെ എനിക്ക് മാൽ ഫംഗ്ഷന്റെ പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇതിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് മാൽ ഫംഗ്ഷൻ ചെയ്തിട്ടുള്ള സിമ്പിൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് റീസെറ്റ് ചെയ്തിട്ടാണ് കംപ്ലൈന്റ് മാറിയത്. പിന്നെ ഇതിന്റെ കൂടെ വരുന്നതാണ് സർവീസിന്റെ പ്രശ്നം. ചില സർവീസ് സെന്ററിലൊക്കെ ഇവർക്ക് ഇത് ട്രബിൾ ഷൂട്ട് ചെയ്യാനുള്ള കഴിയില്ല. അപ്പം നിങ്ങളെ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സർവീസ് സെന്റർ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉള്ളത് 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വണ്ടി മഴയിൽ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് പുതിയ ഡ്രസ്സൊന്നും ഇട്ട് ഓടിക്കാണ്ടിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുട്ടിന് താഴെ ഫുള്ള് ചളിയായിരിക്കും. ഫ്രണ്ടിൽ നിന്നുള്ള വെള്ളം വന്നിട്ട് ആരും ഇത് പറഞ്ഞൊന്നും കണ്ടില്ല. നമ്മൾ മഴയത്തോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഫുൾ ചളിയായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. പിന്നെ അടുത്ത പോയിന്റായിട്ട് വരുന്നത് നമ്മുടെ 7ാമത്തെ പോയിന്റായിട്ട് വരുന്നത് ഈ ഇതിൽ നാവിഗേഷൻ സിസ്റ്റത്തിൽ നമ്മുടെ എസ്റ്റിമേറ്റ് ടൈം കാണിക്കുന്നത് ഒരു ലേറ്റ് ആയിട്ടാണ് കാണിക്കുക. അതായത് ഒരു ആക്യുറേറ്റ് ആയിട്ട് ഒരിക്കലും കാണിക്കാറില്ല. ഫസ്റ്റ് കാണിക്കും, പിന്നെ അങ്ങനെ കൂടി വന്നിട്ട് കറക്റ്റ് ആയിട്ട് വരുന്നില്ല. അതേപോലെ തന്നെയാണ് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നെങ്കിൽ അത് പലപ്പോഴും മാൽ ഫംഗ്ഷൻ ചെയ്യും. നമ്മളൊരു ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡാഷ് സിമ്പിളാണ് ഇതിൽ വരിക. പിന്നെ അത് പോകണമെന്നുണ്ടെങ്കിൽ ക്ലച്ചിൽ ഇതാവണം. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ കൂടുതലാവുകയാണ് ചെയ്യുക. അതില്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഗിയർ മാറ്റി പോകും. അത് ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരും. അത് ഇല്ലാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഈ ഇതിൽ സോഫ്റ്റ്വെയർ ഇഷ്യൂ എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാൻ പോകുന്നത് ഡബിൾ സ്റ്റാൻഡിന്റെ ഇഷ്യൂ ആണ്. ഞാൻ ഈ വണ്ടിക്ക് ഓൾറെഡി ഡബിൾ സ്റ്റാൻഡ് ഓപ്ഷനിലാണ്. അത് പിടിപ്പിച്ച് കഴിഞ്ഞ് ഞാൻ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. 700 രൂപ എങ്ങാണ്ടാണ് അതിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ
അത് വാങ്ങിയിട്ട് ഒരു പില്ലന് വെച്ച് സിംഗിളായിട്ട് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു പില്ലന് വെച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അടി തട്ടും. അതുകൊണ്ട് ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങൾ സിംഗിളായിട്ടാണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡബിൾ സ്റ്റാൻഡ് വാങ്ങിക്കൊള്ളൂ. നിങ്ങൾക്ക് ടയർ ചെക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഒരു പില്ലനെ വെച്ചിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്നുള്ളതാണെങ്കിൽ വലിയൊരു ഈ ഒരു ലെവലുള്ള കുറച്ചുകൂടെ വലിയുള്ള ഹമ്പാണെന്നെങ്കിൽ പോലും നിങ്ങളുടെ കാലിൽ അടി ഡബിൾ സ്റ്റാൻഡ് തട്ടും. അതില്ലാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ടോപ്പ് സ്പീഡിന്റെ ഇഷ്യൂ ആണ്. അതായത് പതിയെ കയറുള്ളൂ. ഒരു 100 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയറുന്നതിനാണ് നമ്മൊരു 0 to 120 ആ പ്ലസ് കയറണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിന് അടുത്ത് സമയം പിടിക്കും. 1 മിനിറ്റില്ലെങ്കിൽ 30 സെക്കൻഡ് എന്തായാലും കഴിയും. കാരണം പതിയെ കയറുന്നുള്ളൂ. എത്രയും നോക്കിയാണ് പലവട്ടം നോക്കിയാണ് 90 വരെയൊക്കെ പെട്ടെന്ന് 100 വരെയൊക്കെ പെട്ടെന്ന് കയറും. പിന്നെ അങ്ങനെ കയറുന്ന പതിയെ കയറുന്നത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയാലും കുറേ സമയം പിടിക്കുന്നുണ്ട്. ഒരു 200 cc പവർ ഈ വണ്ടിക്കില്ല. പക്ഷെ എന്നാലും കയറാൻ കുറച്ച് സമയം പിടിക്കും. കുറച്ചും കൂടെ ഉണ്ടായിക്കോളും നമുക്ക് തോന്നും. അപ്പൊ നമ്മുടെ ഈ കോൺസ് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ഒന്നുകൂടെ ലിസ്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. എഞ്ചിന്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നം, അതായത് എഞ്ചിന്റെ മറ്റേ പവർ ഇഷ്യൂ, പിന്നെ ലൈറ്റിന്റെ ഇഷ്യൂ, സീറ്റിന്റെ ഇഷ്യൂ, ഗിയർ ബോക്സിന്റെ ഫോഴ്സ് ന്യൂട്രൽ പ്രശ്നം, പിന്നെ ഇലക്ട്രിക് പ്രോബ്ലംസ് വരുന്നത്, സ്റ്റാർട്ടിങ് ട്രബിൾ ഇടയ്ക്ക് വരുന്നത്, പിന്നെ ക്ലസ്റ്ററിന്റെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും എസ്റ്റിമേറ്റഡ് ടൈം ഇൻഡിക്കേഷനും വരുന്നത്, പിന്നെ ഈ മഡിന്റെ പ്രശ്നം, ചെളി നന്നായിട്ട് തെറിക്കുന്നത്, അങ്ങനെ ഡബിൾ സ്റ്റാൻഡിന്റെ ഇഷ്യൂ, സീറ്റിന്റെ ഇഷ്യൂ ഒക്കെ പറഞ്ഞില്ലേ. ഇത്രയാണ് ഇപ്പൊ ഇതിലുള്ളത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനുള്ളത് മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. ഞാനിപ്പോ 15,000 സർവീസ് ചെയ്തിട്ട് പെയ്ഡ് സർവീസ് ആണ്. അതായത് 12,500 വരെ നമുക്ക് ഫ്രീ സർവീസ് ഉള്ളൂ. ഈ 12,500 വരെ നമുക്ക് സർവീസിന്റെ റേറ്റ് വന്നത് ഏകദേശം 450-500 രൂപ മുതലാണ്. 12,500 സർവീസ് ഞാൻ ചെയ്തത് മാറ്റിന്റെ കൂടെയും ഞാൻ സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽട്ടർ ഈ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് 826 സംതിങ് രൂപ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ബില്ല് ഞാൻ ഇവിടെ കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ സർവീസ് ചെയ്തത് അതും 800 ചില്ലാനം, അതായത് പെയ്ഡ് സർവീസ് ആയിട്ടുണ്ട്. പെയ്ഡ് സർവീസിന് ചാർജ് 325 ആണ്. അതും കൂടെ കൂട്ടി ടാക്സസ് ഒക്കെ വരുന്ന സമയത്ത് ഏകദേശം നമ്മുടെ വാട്ടർ സർവീസിന്റെ പൈസ കൂടെ കൂടി 920 ആ റേഞ്ചിക്ക് വരും. ഞാൻ അതിന്റെ ബില്ലും ഇവിടെ കൊടുക്കാം. പിന്നുള്ള നമ്മുടെ ചെറിയ ചെറിയ പാർട്സിന്റെ ഒക്കെ റേറ്റ് കുറവാണ്. അതായത് ഞാൻ ഇതിനെ കിളികാട് മാറ്റിയതാണ്. ഇതിന് 1 പീസിന് 135 രൂപ വരുന്നുള്ളൂ. പക്ഷെ ഇതിന് റേറ്റ് വരുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ ബ്രേക്ക് പാഡാണ്. 2 ബ്രേക്ക് പാഡും ഫ്രണ്ടിലും ബാക്കിലും. ഫ്രണ്ടിൽ വരുന്നത് 1280 രൂപയാണ്. അത് മാറ്റാൻ ഒരു 100 രൂപ കൂടെ എക്സ്ട്രാ ചിലത് 50 രൂപ മേടിക്കും. അങ്ങനെ 1300 രൂപയിൽ കൂടുതൽ അതിന് റേറ്റ് വരും. പിന്നെ ഉള്ളത് ബാക്കിലാണ്. അത് 1250 രൂപയാണ് അതിന്റെ ചാർജ്. അതും 1300-350 രൂപ ലേബർ ചാർജ് അടക്കം മാറ്റാൻ വരും. അതായത് ഇത്രയും ഈ 2 സാധനത്തിന് ഒരു ഫസ്റ്റ് ബാക്കത്തേന് എനിക്ക് കിട്ടിയത് 11,500 ആ റേഞ്ചിലേക്കാണ് ബാക്കിൽ ബ്രേക്ക് കിട്ടിയത്. കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കിട്ടിയത് ഫ്രണ്ടിൽ കിട്ടിയത് 14,500 ആ റേഞ്ചിലാണ് ഫ്രണ്ടിലെ ഇത് മാറിയത്. അത് കുറച്ചും കൂടെ ഓടായിരുന്നു. പക്ഷെ ഞാനത് മാറ്റം നിന്നില്ല. അതിന്റെ കണ്ടീഷൻ ഞാൻ ഫോട്ടോ ഈ സൈഡിലായിട്ട് വെക്കുന്നതാണ്. ഈ ലെഫ്റ്റ് കാണുന്നതാണ് റിയർ ബാക്കിൻ്റെത്. അത് തേഞ്ഞ് കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റിലുള്ളത് ഫ്രണ്ട് ബ്രേക്കിൻ്റെയാണ്. അപ്പോൾ ഇത് ഏകദേശം കുഴപ്പമുണ്ടായാൽ പിന്നെ ഇവിടെയായിരുന്നു. പിന്നെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബൈക്കിന്റെ കണ്ടീഷനും ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് മൈലേജ് ടെസ്റ്റിന്റെ കാര്യങ്ങൾ പറയാം. ആദ്യം എഞ്ചിന്റെ സൗണ്ട് നമുക്ക് നോക്കാം. നോർമൽ കണ്ടീഷനിൽ ഇതിന്റെ കൂടെ നമ്മള് മറ്റേ ഒരു പുതിയ വണ്ടിയുടെ സൗണ്ട് കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ടയറിന്റെ പോസ് ചെയ്ത് അപ്പൊ നമ്മുടെ ടയറിന്റെ കണ്ടീഷൻ നോക്കാം. പിറകിലെ ടയർ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഏകദേശം പോയി 1000 കിലോമീറ്റർ പോവായിരിക്കും. അതിൽ കൂടുതൽ പോയിട്ടില്ല. പിന്നെ നമ്മുടെ ചെയിൻ ആണെന്നുണ്ടെങ്കിൽ തന്നെ ചെയിന് ഇനി ഓടും, കുഴപ്പമൊന്നുമില്ല, നല്ല കണ്ടീഷനാണ്. ഞാൻ ഗ്രീസാണ് സാധാരണ യൂസ് ചെയ്യാറ്, സർവീസ് ആയപ്പോൾ യൂസ് ചെയ്യാറ്. ഫ്രണ്ടിലെ ടയർ ഇനി ഒരുപാട് പോകാറുണ്ട്. ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതുവരെ 2 ടയറും പഞ്ചറൊന്നും ആയിട്ടില്ല. അങ്ങനത്തെ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല.
പിന്നെ ബ്രേക്ക് പാഡ് രണ്ടും സാധാരണ നോർമൽ കണ്ടീഷനിലെ ബ്രേക്ക് പാഡ് രണ്ടും മാറിയിട്ടുള്ളതാണ്. അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ പല യൂസേഴ്സും കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് റെസ്റ്റിൻ്റെ ഇഷ്യൂ. അങ്ങനത്തെ ഈ നമ്മുടെ സ്പോക്കിൻ്റെ അവിടെയൊക്കെ റെസ്റ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. സ്പോക്കിൻ്റെ അവിടെ റെസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഇല്ലെന്ന് പറയാൻ പറ്റും. പക്ഷെ അത് ഈ ചളി ആയതിൻ്റെയാണ്, അല്ലാതൊന്നുമില്ല. പിന്നെ ഈ നമ്മുടെ എക്സോസ്റ്റ് പൈപ്പിൻ്റെ കളറ് മാറുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്ന് ഈ കളർ വേറെ ഇതുവരെ കാര്യപ്പെട്ട കുഴപ്പങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായ കുഴപ്പങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൾ റേസർ ഒരു വട്ടം മാറി, ഫ്യൂൽ പമ്പ് റീസെറ്റ് ചെയ്തു, ഇത്രേ കുഴപ്പങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അത് നമ്മൾ ആദ്യം 3000 ആ റേഞ്ചിലേക്കാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇതുവരെ സ്മൂത്തായിട്ടാണ് ഓടുന്നത്. 2-3 പ്രാവശ്യം കയ്യിൽ നിന്ന് വീണതാണ്. ആകെ അതിന് സ്ക്രാച്ച് വീഴാന്നല്ലാണ്ട് വേറൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി അടുത്തായിട്ട് നമുക്ക് മൈലേജിൻ്റെ കാര്യങ്ങൾ പറയാം. മൈലേജ് ഞാൻ സാധാരണ 500 രൂപയ്ക്കാണ് പെട്രോൾ അടിക്കാറ്. അതായത് 6 ലിറ്റർ ഏകദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 270-260 കിലോമീറ്റർ മിനിമം ആ ട്രിപ്പ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ ഞാൻ പഴയ പൊസിഷനിലേക്ക് എത്തുന്ന സമയത്ത്, അതായത് നമ്മളിതിൽ ക്ലസ്റ്ററിൽ 2 പുള്ളി തുടങ്ങുന്ന സമയത്ത് ഞാൻ 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കുക. പിന്നെ 500 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞ് ട്രിപ്പ് ഓണാക്കിയിട്ട് ഒരു 260-270 ആ റേഞ്ചിലേക്കാണ് സാധാരണ എപ്പോഴും തിരിച്ചു വരുന്ന സമയത്താണ് പിന്നെ എണ്ണ അടിക്കാറ്. അതായത് ഒരു 45 കിലോമീറ്റർ മിനിമം മൈലേജ് കിട്ടാറുണ്ട്. ഞാൻ 2 തവണ മൈലേജ് ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഒന്നിൽ 49ഉം ഒന്നിൽ 53ഉമാണ് നമുക്ക് മൈലേജ് കിട്ടിയത്. അതിൻ്റെ നമ്മുടെ തെളിവുള്ള വീഡിയോ ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ്. ആദ്യത്തെ മൈലേജ് നടത്തിയിട്ടുള്ളത് 15/1/2025 ജനുവരി 15-നാണ്. രാവിലെ 5:18-ന് ഫില്ലാക്കിയിട്ട് പിന്നെ 9:15 ഇരട്ടി സൈഡിൽ പിന്നെ ഫില്ലാക്കിയത്. 100 ചില്ലാനം കിലോമീറ്റർ 150 ചില്ലാനം കിലോമീറ്റർ ഓടിയിരുന്നത്. ഹൈവേ ആയിരുന്നു, രാവിലെ ആയിരുന്നു, ട്രാഫിക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു 2.93 ലിറ്റർ നിറയ്ക്കേണ്ടി വന്നത്. അതായത് 156.4 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിൽ 53.37 നമുക്ക് ഫസ്റ്റത്തെ മൈലേജ് കിട്ടിയത്. അത് രാവിലെ ആയതുകൊണ്ടും ട്രാഫിക് കുറവ് ഉള്ളതുകൊണ്ടുമാണ് അത്രയും കൂടുതൽ മൈലേജ് കിട്ടിയത്. മൈലേജ് ടെസ്റ്റ് 14,950 ചെയ്തത്. 27-ാം തീയതിയാണ് ചെയ്തത്. അതും കണ്ണൂർക്കുള്ള യാത്രയ്ക്കിടയിലാണ് മൈലേജ് ടെസ്റ്റ് ചെയ്തത്. രാവിലെ 6:13-ന് ടാങ്ക് ഫില്ലാക്കി. അതിനുശേഷം കണ്ണൂർ പോയി തിരിച്ച് ഇവിടെ തന്നെ വരുമ്പോഴാണ് നമുക്ക് സാധാരണ ഫില്ലാക്കാറ്. അപ്പോൾ 980-ൽ ടാങ്ക് ഫില്ലാക്കി നമ്മൾ ട്രിപ്പ് റീസെറ്റ് ചെയ്യാറാണ് പതിവ്. അല്ലെങ്കിൽ ഫുള്ളാക്കിയിട്ട് ട്രിപ്പ് റീസെറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ ആ ട്രിപ്പിനെടുത്ത പെട്രോൾ എത്രയാണെന്നാണ് നമ്മൾ നോക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ ട്രിപ്പ് പോയി വന്നതിന് ശേഷമുള്ള ഫില്ലാക്കലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മൊത്തം നിറയ്ക്കാൻ 5.6 ലിറ്ററാണ് വേണ്ടി വന്നത്. അതായത് നമ്മൾ ടോട്ടൽ ട്രിപ്പ് 1 ഓടിയത് 279.8 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ അതിനെ ഹരിക്കുന്ന സമയത്ത് നമുക്ക് മൈലേജ് കിട്ടുന്നതാണ്. അതായത് 49 സംതിങ് മൈലേജ് കിട്ടിയിട്ടുള്ളത്. ഇത് സെക്കൻഡ് മൈലേജ് ടെസ്റ്റ് നടത്തിയിട്ട് കണ്ടിന്യൂസ് ആയി അതിന് ശേഷം ഒരു 400 കിലോമീറ്റർ ഓടിയിട്ട് ഫില്ലാക്കുന്ന വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളൊരു ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം എത്ര കിലോമീറ്റർ വണ്ടി പോകും എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളിത് ചെക്ക് ചെയ്തത്. അപ്പോൾ ഏകദേശം 400 സംതിങ് കിലോമീറ്റർ മിനിമം ഓടുക അപ്പോൾ നമ്മളിതിൽ. അതായത് 472 കിലോമീറ്റർ ഓടിയതിന് ശേഷം 2 ഘട്ട ബാക്കി ഉണ്ടായിരുന്നു. അതായത് 9.73 ലിറ്റർ ഫില്ലാക്കേണ്ടി വന്നു. ബാക്കി പിന്നെ അതിൽ പെട്രോൾ ഉണ്ടായിരുന്നു. അപ്പോൾ മൈലേജ് കിട്ടി 48.60 മൈലേജ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളൊരു എക്സ്പൾസ് ഓണറാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. തീർച്ചയായിട്ടും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബൈക്ക് തന്നെയാണ് ഈ സെഗ്മെൻറ്റിലുള്ള എക്സ്പൾസ്. നമുക്ക് ഏതായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.